നമസ്കാരം, ഞാൻ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് കീഴിലുള്ള നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ വിവിധ തസ്തികകളിലായിട്ട് 80ലധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരിലേക്ക് 2025 ഡിസംബർ 15 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യുക. ഇതിൽ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റിയുള്ള വിവിധ തസ്തികകളിലായിട്ടാണ് ഈ ഒഴിവുകളുള്ളത്. ഡീറ്റെയിൽസ് പറയാനുള്ള ഒന്നാമത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. 9 വേക്കൻസികളാണുള്ളത്. രണ്ടാമത്തെ പോസ്റ്റ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റിന്റെ ആണ്. ഒരു ഒഴിവാണുള്ളത്. അതിൽ ഡെപ്യൂട്ടി മാനേജർക്ക് ശമ്പളം 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലേക്ക് ശമ്പളം ലഭിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ലൈബ്രറി അസിസ്റ്റന്റിന്റെ ഒരു ഒഴിവാണുള്ളത്. അത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഒരു ഒഴിവാണുള്ളത്. ഈ രണ്ട് ശമ്പളത്തിലേക്കും ശമ്പള സ്കെയിൽ 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. മൂന്നാമത്തെ പോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. 42 ഒഴിവുകളാണുള്ളത്. ഈ പറഞ്ഞ 4 പോസ്റ്റുകളിലേക്ക് 30 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഈ അക്കൗണ്ടന്റ് ശമ്പള സ്കെയിൽ 29,200 മുതൽ 92,300 എന്നുള്ള സ്കെയിലാണ്. അവസാനത്തെ പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ആണ്. സ്റ്റെനോഗ്രാഫർമാരുടെ 31 ഒഴിവുകളുണ്ട്. അതിന് ശമ്പള സ്കെയിൽ 25,500 മുതൽ 81,100 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. വേക്കൻസികളുടെ എണ്ണം വേരി ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള പ്രധാന തീയതികൾ പറയുകയാണെങ്കിൽ 2025 ഒക്ടോബർ 10 മുതൽ ഡിസംബർ 15 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം മനസ്സിലാക്കുക. എന്ന കാര്യം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ട്, ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. സൺഡേയ്സും ഒഴികെയുള്ള ഹോളിഡേയ്സ് ഒഴി ബാക്കി എല്ലാ നമുക്ക് 10 മണി മുതൽ 6 മണി വരെ ഈ നമ്പർ വിളിച്ചാൽ ലഭിക്കുന്നതായിരിക്കും. 9513252099 എന്നുള്ള നമ്പറാണ്. ഈ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോ പോസ്റ്റിലേക്കുമുള്ള ഡീറ്റെയിൽഡ് റിസർവേഷന്റെ കാര്യങ്ങളും നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 5 വർഷം 3 വർഷം ബാങ്കിന് 3 വർഷം നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ സെർവ് ചെയ്യാൻ ഒരു ബോണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നമ്മളത് ബ്രേക്ക് കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യേണ്ടി വരും എന്ന കാര്യം നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രൂപ്പ് എ പോസ്റ്റിന്റെയാണ്. ആദ്യം പറഞ്ഞ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്കാണ്. മറ്റു പോസ്റ്റിലേക്ക് 3 വർഷത്തേക്ക് സെർവ് ചെയ്യാൻ തന്നെയാണ് ഉള്ളത്. പക്ഷേ അവർക്ക് എമൗണ്ട് 3 ലക്ഷം രൂപയേ ഉള്ളൂ. ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കാണ് 5 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യേണ്ടത്. മറ്റേ 3 ലക്ഷം രൂപ മതിയാവും. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്ക് MBA ഫൈനാൻസ് ആണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പോസ്റ്റിലേക്ക് ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 30 വയസ്സാണ് പറയുന്ന പ്രായപരിധി. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി, ഹിന്ദിയിലുള്ള മാസ്റ്റേഴ്സ് ബിരുദവും അതിൽ ഇംഗ്ലീഷ് ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷുള്ള മാസ്റ്റേഴ്സ് ബിരുദം ഹിന്ദി ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം വേണം. അതോടൊപ്പം CA അല്ലെങ്കിൽ CMAയുടെ ഇന്റർവ്യൂടെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം വേണം. അതോടൊപ്പം ഡിക്റ്റേഷൻ 5 മിനിറ്റിലെ ഇംഗ്ലീഷിൽ 80 വേർഡ്സ് പെർ മിനിറ്റ് ഷോർട്ട് ഹാൻഡ് എഴുതാനുള്ള കഴിവുണ്ടായി. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി 80 വേർഡ്സ് 5 മിനിറ്റിൽ എഴുതിയെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ 65, ഇംഗ്ലീഷിന് 50 മിനിറ്റും ഹിന്ദി ആണെങ്കിൽ 45 മിനിറ്റും കൊണ്ട് ട്രാൻസ്ലേഷൻ ടൈം ചെയ്യാനായിട്ടുണ്ട്. അതിന് 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് അവർക്ക് ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും. SC/ST-കാരായ കാൻഡിഡേറ്റ് 5 വർഷവും, OBC നോൺ ക്രിമിനലുകൾക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. പ്രോസസിംഗ് ഫീ ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സ്, അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ്, OBC, EWS ഒക്കെ 500 രൂപ ഫീസായിട്ട് നൽകണം. SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല. ബാക്കി എല്ലാവരും 500 രൂപ ഫീസായിട്ട് നൽകണം. അതും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക്? ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ നിർബന്ധമായി ഉണ്ടായിരിക്കും. അവരുടെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനുള്ള സംവിധാനവും ഉണ്ട്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഓരോന്നിനും സ്കീം ഓഫ് എക്സാമിനേഷൻ ഡിഫറൻസ്. ഡെപ്യൂട്ടി മാനേജർ, ലൈബ്രറി അസിസ്റ്റന്റ്, അങ്ങനെ ഓരോന്നിനും ചെറിയ സ്കീമിൽ വ്യത്യാസമുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ഓൺലൈൻ എക്സാമിനേഷൻ അതുപോലെ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് 40 മാർക്ക് വേണം ക്വാളിഫൈ ചെയ്യാനായിട്ട്. OBC-ക്ക് ഒക്കെയാണ് EWS-ന് 35% മതി. SC/ST-കാരായാലും 30% മാർക്ക് കൊണ്ട് അവർ ക്വാളിഫൈ ചെയ്യും. അങ്ങനെയുള്ളവർക്കായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കുക എന്ന കാര്യം അറിയാം. അപ്പോൾ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതിന്റെ സെന്റർ പറയുകയാണെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരം എക്സാമിനേഷൻ സെന്റർ ആണ്. നിങ്ങൾക്ക് ആ സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് December 15 https:/nhai.go.in എന്ന സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷിക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.